വീട്ടിൽ വിരുന്നുകാർ വന്നു, ഗസ്റ്റ് പെട്ടെന്നാണ് എത്തിയത്, ഇവർക്ക് കൊടുക്കാനായി നമുക്കൊന്നുമില്ല. ഇന്ന് ശരാശരി ഒരു അർബൻ ഏരിയയിലോ സിറ്റിയിലോ താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഇതൊന്നൊരു വിഷയമുള്ള കാര്യമേ അല്ല. കാരണം 10 മിനിറ്റ് ക്വിക്ക് ഡെലിവറി ഉണ്ടല്ലോ. സ്വിഗ്ഗി, സൊമാറ്റോ, ഇൻസ്റ്റാമാർട്ട്, സെപ്റ്റോ, ബ്ലിങ്കറ്റ്, അങ്ങനെ എത്ര ബ്രാൻഡുകളുണ്ട്. 10 മിനിറ്റ് ഡെലിവറി ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായി കഴിഞ്ഞു. അതില്ലാതെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായി കഴിഞ്ഞു, ക്വിക്ക് ഓർഡേഴ്സ് ഇല്ലാതെ. ഇന്ന് ഗവൺമെൻറ് 10 മിനിറ്റ് ഡെലിവറീസിൽ ഒരുപാട് റെഗുലേഷൻസ് കൊണ്ടുവന്നിരിക്കുകയാണ്. ശരിക്കും നമുക്കൊരു 10 മിനിറ്റ് ഡെലിവറിയുടെ ആവശ്യമുണ്ടോ? ഇങ്ങനത്തെ എല്ലാ ആസ്പെക്റ്റും നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഐ എം അർജുൻ ആർ ശങ്കർ. യു ലിസ്ണിംഗ് ടു IAS Factors Context. ഈ അടുത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ലേബർ മിനിസ്ട്രി എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്തൊരു ഫാക്ടറാണ് ശരിക്കും ഈ 10 മിനിറ്റ്സ് ഡെലിവറി. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഗിഗ് എക്കോണമി, നമ്മൾ ഈ ഗിഗ് എക്കോണമി എന്നൊക്കെ പറയുമ്പോൾ ഗിഗ് വർക്കേഴ്സ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഇവരെ തന്നെയാണ്. അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള, നമുക്ക് ഡെലിവറി പാർട്ട്നേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഈ 10 മിനിറ്റ് ഡെലിവറിയുടെ പ്രധാന പ്രശ്നം ചർച്ച ചെയ്ത് വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ 10 മിനിറ്റിൻ്റെ സാധനം എത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഇയാൾ എങ്ങനെയാണ് അയാളുടെ വെയർ ഹൗസ്, നമ്മൾ ഡാർക്ക് സ്റ്റോർ എന്ന് വിളിക്കും, അതെന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ അയാളുടെ ഡാർക്ക് സ്റ്റോർ അല്ലെങ്കിൽ വെയർ ഹൗസിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് 10 മിനിറ്റ്സിൽ എത്തുക എന്ന് പറയുന്നതിന് വലിയൊരു ചലഞ്ചാണ്. ഇത് പാക്ക് ചെയ്യണം, ഇത് പാക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത് എത്തണം. ഇന്ത്യയിൽ നടന്ന ഒരുപാട് റോഡ് ആക്സിഡൻറ്റ്സ്, ഡെലിവറി പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ നടന്ന ഒരുപാട് ആക്സിഡൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇവരുടെ വേജ്, ഇവർക്ക് കിട്ടുന്ന വേതനം, എത്ര എമൗണ്ട് ആണ് ഇവർക്ക് കിട്ടുന്നത്, ഇവർക്കൊരു സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ടോ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഇവരാണ് നമ്മുടെ മിക്ക കാര്യങ്ങളും നമ്മുടെ ഒരു ദിവസം ചെയ്തു തരുന്ന ആൾക്കാർ. ഇവർക്കൊരു സെക്യൂരിറ്റിയും ഇല്ല. ഇതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഈവൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ പോലും പല പ്രാവശ്യം ചർച്ചകൾ നടന്നു. ഫേമസ് ആയിട്ടുള്ള ആക്ട്രസ് പരിണീതി ചോപ്രയുടെ ഹസ്ബൻഡാണ് രാഘവ് ചഡ്ഡ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. ഇദ്ദേഹം പാർലമെൻറ്റിൽ ഒരുപാട് ഗിഗ് എക്കോണമിക്കും ഗിഗ് വർക്കേഴ്സിനും വേണ്ടി വാദിച്ചിട്ടുണ്ട്. വാക്കിംഗ് ദ ലാസ്റ്റ് മൈൽ എന്ന് പറഞ്ഞ് ഒരു ദിവസം ഇദ്ദേഹം ഒരു ഡെലിവറി പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്തു, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കാൻ വേണ്ടി. ഒരുപാട് തരത്തിലുള്ള പ്രഷർ വന്നതിന് ശേഷമാണ് അങ്ങനെ ഗവൺമെൻറ് തീരുമാനിക്കുന്നത്, ഇനി നമുക്കൊരു 10 മിനിറ്റ് ഡെലിവറി വേണ്ട. ഈ 10 മിനിറ്റ് ബ്രാൻഡിങ് എന്ന് പറയുന്നത് മിക്ക കമ്പനീസും, സൊമാറ്റോ, ബ്ലിങ്കറ്റ്, സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട്, സെപ്റ്റോ തുടങ്ങിയ കമ്പനികളെല്ലാം ഈ 10 മിനിറ്റ് ബ്രാൻഡിങ് ഒഴിവാക്കുകയും വേണം. വർക്കേഴ്സിന് ഈ പ്രഷർ കൊടുക്കാൻ പാടില്ല. പലപ്പോഴും നിങ്ങൾ നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും, ഒരു ഡെലിവറി പാർട്ട്ണറോ ഫുഡോ സ്വിഗ്ഗിയോ സൊമാറ്റോ ചെയ്യുന്ന ആൾ എത്ര പെട്ടെന്നായിരിക്കും ട്രാഫിക് ബ്ലോക്കിലൂടെ കടന്നു പോകുന്നത്. മിക്കവാറും ട്രാഫിക് വയലേഷൻസ് നടത്താറുണ്ട്, സ്പീഡ് റെഗുലേഷൻസ് ബ്രേക്ക് ചെയ്യാറുണ്ട്, അൺസേഫ് റൂട്ട്സ് എടുക്കാറുണ്ട്, ഷോർട്ട് കട്ട്സ് എടുക്കാറുണ്ട്. എത്ര ആക്സിഡൻസ് നടന്നു. ഇതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുമാത്രമല്ല, ന്യൂ ഇയേഴ്സ് ഈവിന് ഓൾ ഓവർ ഇന്ത്യ ഗിഗ് വർക്കേഴ്സ് നടത്തിയ പ്രൊട്ടസ്റ്റും കൂടെ കണ്ടിട്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഇവർക്ക് വേണ്ടി 10 മിനിറ്റ് ബ്രാൻഡിങ് തൽക്കാലത്തേക്ക് ഒഴിവാക്കണം. ഗവൺമെൻറ് റെഗുലേഷൻ വന്നപ്പോൾ തന്നെ മിക്ക ബ്രാൻഡ്സും, ബ്ലിങ്കറ്റ്, സൊമാറ്റോ, സ്വിഗ്ഗി, ഇവരെല്ലാം അവരുടെ പ്ലാറ്റ്ഫോംസിൽ നിന്നും ഡിസ്ക്രിപ്ഷൻസിൽ നിന്നും 10 മിനിറ്റ് ബ്രാൻഡിങ് എന്ന് പറഞ്ഞ് അവർ അഡ്വർടൈസ് ചെയ്തിരുന്ന ആ ഒരു ബ്രാൻഡിങ് തൽക്കാലത്തേക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇടപെടൽ കൊണ്ടാണ് അവരിതിങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും 10 മിനിറ്റ് ഡെലിവറി ഡ്രോപ്പ് ചെയ്തെങ്കിൽ പോലും ഇവരാരും ഇവരുടെ ക്വിക്ക് കൊമേഴ്സ് മോഡൽ നിർത്തലാക്കിയിട്ടില്ല. ചില പ്രൊഡക്റ്റുകളൊക്കെ ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ ഇതില്ല എന്നർത്ഥം, ഇപ്പോഴും അവരുടെ ക്വിക്ക് കൊമേഴ്സ് മോഡൽ ആക്റ്റീവാണ്. നമ്മളൊരു ഗ്രോസറി, ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും ലെസ് ദാൻ 10 to 15 മിനിറ്റ്സിന് താഴെ തന്നെ നമുക്ക് ഡെലിവറി വരുന്നുണ്ട്. സോ ഗവൺമെൻറ് 10 മിനിറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ് എടുത്ത് കളയാൻ പറഞ്ഞപ്പോൾ ഈ കമ്പനീസ് എല്ലാം എടുത്ത് കളഞ്ഞു. ആൻഡ് ഒരു കാര്യം ഓർക്കണം, ഈ ക്വിക്ക് കൊമേഴ്സ് എന്ന് വിളിക്കുന്ന ഈ 10 മിനിറ്റിലും 15 മിനിറ്റിലും ഡെലിവറി നടത്തുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യയിൽ. ഈ മാർക്കറ്റിൽ ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനീസിനെല്ലാം ഇൻ്റർനാഷണലി വലിയ കമ്പനീസ് നോക്കുകയാണെങ്കിൽ, ഈവൻ വൈ കോമ്പിനേറ്റർ പോലത്തെ ഉള്ള വലിയ US ആക്സിലറേറ്റേഴ്സ് എല്ലാം കോടിക്കണക്കിന് രൂപയാണ് ഇവർക്ക് ഫണ്ട് ചെയ്തിരിക്കുന്നത് ഈ ക്വിക്ക് കൊമേഴ്സിന് വേണ്ടി. സോ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റേഴ്സിനും ഇൻവെസ്റ്റർ പ്രഷറും ഉണ്ടാവും ഡെഫിനറ്റ്ലി ഈ മാർക്കറ്റിൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്ന് പറയുന്ന രീതിയിൽ. അതുകൊണ്ട് ബ്രാൻഡിങ്ങിൽ നിന്ന് എടുത്ത് കളഞ്ഞു, പക്ഷേ ഇവരുടെ ക്വിക്ക് കൊമേഴ്സ് മോഡൽ ഇതുവരെ മാറിയിട്ടില്ല. വളരെ ക്വിക്കായിട്ട് ഈ ക്വിക്ക് കൊമേഴ്സ് എന്ന് പറയുന്ന ഈ ക്വിക്ക് കൊമേഴ്സിൻ്റെ ചരിത്രം, ഇതിനും ഒരു ചരിത്രമുണ്ട്. എങ്ങനെയാണ് ഈ 10 മിനിറ്റ് 15 മിനിറ്റിലേക്കും അല്ലെങ്കിൽ ഇതിലേക്ക് അറൈവ് ചെയ്തൊരു സംഭവം ഉണ്ടാവുള്ളൂ. നമ്മളൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് നമുക്കിത് കിട്ടുക എന്നുള്ളതിൻ്റെ ഒരു ചരിത്രമുണ്ട്.
ഇതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഡിസ്കസ് ചെയ്യേണ്ടത് അമേരിക്കയിൽ 1973 മുതൽ 79 വരെയുള്ള കാലഘട്ടത്തിൽ ഡൊമിനോസ് പിസ്സയാണ് ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം അവരുടെ 30 മിനിറ്റ് ഡെലിവറി വളരെ പോപ്പുലർ ആയിരുന്നു. ഈ 73-79 കാലഘട്ടത്തിൽ ഡൊമിനോസ് പിസ്സ അമേരിക്കയിലെ മിഷിഗനിൽ വളരെ പോപ്പുലാരിറ്റി ആർജിക്കുകയും പിന്നീട് 79-84 കാലഘട്ടത്തിലാണ് 30 മിനിറ്റിൽ പിസ്സ നിങ്ങൾക്ക് ഡെലിവർ ചെയ്തിട്ടില്ലെങ്കിൽ പിസ്സ ഫ്രീ ആണെന്നുള്ളൊരു ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിനിലേക്ക് ഇവർ എത്തിയത്. അത് ഇവരെ വളരെ വളരെ പോപ്പുലർ ആക്കി അമേരിക്കയിൽ, വലിയൊരു ബ്രാൻഡ് ആവാൻ സഹായിക്കുകയും ചെയ്തു. പിന്നീട് 1990-കളിൽ ഒരുപാട് ലോ സൂട്ടുകളും കേസുകളും വന്നതിന് ശേഷമാണ് ഈ 30 മിനിറ്റ്സിനുള്ളിൽ പിസ്സ കൊണ്ട് എത്തിച്ചില്ലെങ്കിൽ ആ പിസ്സ ഫ്രീ എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റ് ഇവർ മാറ്റി. ഒരുപാട് ഡ്രൈവേഴ്സ്, നമ്മൾ തുടക്കത്തിൽ ഡ്രൈവേഴ്സിൻ്റെ നെഗ്ലിജൻസ് പറയുന്ന പോലെ എങ്ങനെയെങ്കിലും പിസ്സ ഡെലിവറി ചെയ്യണം, കാരണം ഡെലിവറി ചെയ്തില്ല എങ്കിൽ ഈ ഫ്രീ പിസ്സയുടെ വരുമാനം അല്ലെങ്കിൽ പൈസ ഇവരുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യും. എല്ലാവരും റാഷായിട്ടും നെഗ്ലിജൻ്റ് ആയിട്ടും ബൈക്കും ഓടിക്കാൻ തുടങ്ങി. അതിനുശേഷം അമേരിക്കയിൽ ഈ സംഭവം നിർത്തലാക്കി. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴും ഡൊമിനോസിൻ്റെ സൈറ്റിലൊക്കെ പല ഇതിലും നമുക്ക് കാണാൻ സാധിക്കും 30 മിനിറ്റ്സ് ഓഫ് ഫ്രീ പിസ്സ ഡെലിവറി ഉണ്ട്. പക്ഷേ ഒരുപാട് കണ്ടീഷൻസ് ഇന്ത്യയിലുണ്ട്. US പോലെ ഇവിടെ ബാൻ ചെയ്തിട്ടില്ല. കാരണം ഒരുപാട് ഹെവി കൂപ്പൺസ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ഓഫേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കിട്ടില്ല. ബൾക്ക് ഓർഡേഴ്സ് പിസ്സ ഉണ്ടെങ്കിൽ നമുക്ക് തരില്ല. ഫെസ്റ്റിവൽസും തിരക്കുള്ള സമയത്ത് തരില്ല. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ 200-300 രൂപയുടെ ക്രെഡിറ്റ് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇപ്പം അങ്ങനെ പിസ്സ അങ്ങനെ ഫ്രീ ഒന്നുമല്ല, പക്ഷേ എന്നാലും ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതൊരു വലിയൊരു തുടക്കമായിരുന്നു 30 മിനിറ്റിൽ തന്നില്ലെങ്കിൽ ഫ്രീ എന്ന് പറയുന്ന ഒരു സംഭവം. ഇന്ത്യയിൽ പിസ്സയുടെ കാര്യം പറഞ്ഞ പോലെ ഇന്ത്യയിൽ നമ്മുടെ വലിയൊരു മാറ്റമായിരുന്നു, വലിയൊരു ചൂടുമാറ്റമായിരുന്നു കൊമേഴ്സ് ടു ക്വിക്ക് കൊമേഴ്സിലേക്ക്. പണ്ട് ഓൺലൈൻ സെയിൽസ് നടന്നു, പിന്നെ ക്വിക്ക് കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റൻറ്റ് ഡെലിവറീസ്, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലാതെ ഒരു ദിവസത്തിൽ തന്നെ 2-3 മണിക്കൂറിനുള്ളിൽ ഒരു പ്രൊഡക്റ്റ് എത്തുക എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു ആദ്യത്തെ ഒരു തുടക്കം. അതിൽ ആദ്യ പങ്ക് വഹിച്ചത് ടെക്നോളജി തന്നെയാണ്. ഒരു ബ്രാൻഡിനെ കുറിച്ച് പറയുന്നതിനെക്കാട്ടും കൂടുതൽ നമുക്ക് GPS വന്നു തുടങ്ങി, GPS ബേസ് ചെയ്ത് ട്രാക്ക് ചെയ്യാൻ പറ്റി തുടങ്ങി, ആപ്പുകൾ വന്നു തുടങ്ങി. ഒരാൾ ഒരു ആപ്പിലൂടെ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് അത് GPS വഴി ട്രാക്ക് ചെയ്ത് വെയർഹൗസിലേക്ക് പോയി അവിടെ നിന്നും ഒരു ഡെലിവറി പാർട്ട്ണർ അസൈൻ ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് ഒരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്ന ഒരു സിസ്റ്റം. അതായിരുന്നു ആദ്യത്തെ ഒരു വലിയൊരു മാറ്റം 2010 ശേഷം. 2011 കാലഘട്ടത്തിലാണ് ഇത് വളരെ പോപ്പുലറായി തുടങ്ങുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചൊരു ബ്രാൻഡാണ് ഗ്രോഫേഴ്സ്. ഈ ഗ്രോഫേഴ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഈ ഒരു ബ്രാൻഡ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ഗ്രോഫേഴ്സ് തന്നെയാണ് ബ്ലിങ്കിറ്റ്. ആദ്യം ഇവർ ഗ്രോഫേഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. 2012-13 കാലഘട്ടത്തിൽ ഇത് പോപ്പുലറൈസ് ചെയ്ത് തുടങ്ങി. പിന്നീട് 21-22 സമയമായപ്പോൾ ഇവർ ബ്ലിങ്കിറ്റ് എന്ന പേര് മാറ്റി. അങ്ങനെയാണ് സൊമാറ്റോ ഗ്രോഫേഴ്സിനെ അക്വയർ ചെയ്യുമായിരുന്നു. എറ്റേണൽ എന്ന് പറയുന്ന അവരുടെ പാരന്റ് കമ്പനി ആ ഗ്രോഫേഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡ് വാങ്ങുകയായിരുന്നു ചെയ്തത്. സോ ഇതായിരുന്നു വലിയൊരു തുടക്കം. പിന്നെ ഈ ക്വിക്ക് കൊമേഴ്സ് എന്ന് പറയുന്ന 10 മിനിറ്റ് 15 മിനിറ്റ്സ് ഡെലിവറി, 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ ഡെലിവറി പോപ്പുലറായി തുടങ്ങിയത് കോവിഡ് കാലഘട്ടത്തിലാണ്. 2020-21 കാലഘട്ടത്തിൽ നമുക്ക് പുറത്തു പോകാൻ പറ്റും, അതോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ആ കാലഘട്ടത്തിൽ പുറത്തു പോകാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഈ പറയുന്ന പ്രൊഡക്ട്സും ഫുഡും മരുന്നുകളൊക്കെ എത്തിക്കാൻ ഇവർക്ക് സാധിച്ചു. 21-22 ഇതിൻ്റെ മേജർ ഇയേഴ്സ്. അതായത് സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട്, സൊമാറ്റോയുടെ ബ്ലിങ്കിറ്റ്, സെപ്റ്റോ എന്ന് പറയുന്ന വലിയൊരു ബ്രാൻഡ് ഇവിടെ ഒരുപാട് ഫണ്ടിങ് ലഭിച്ച് ഈ ഇന്ത്യൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്തു. ഇവരെല്ലാം പൈലറ്റ് ബേസിസിൽ ഇവരുടെ ഡാർക്ക് സ്റ്റോർ, അതായത് ഇവരുടെ വെയർഹൗസ് ത്രൂ 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ഡെലിവറി പൈലറ്റ് ചെയ്തു തുടങ്ങി, ഡെമോ ചെയ്തു തുടങ്ങി. അത് വലിയ രീതിയിൽ പോപ്പുലറായി. Tier 1 സിറ്റീസ്, Tier 2 സിറ്റീസ്, അങ്ങനെ ഇന്ത്യ മൊത്തം വ്യാപിക്കുകയായിരുന്നു. ഈ മോഡലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ബ്രാൻഡാണ് സെപ്റ്റോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. കാരണം പലപ്പോഴും 10 മിനിറ്റ് ഡെലിവറി എന്ന് പറയുമ്പോൾ സെപ്റ്റോ ആണ് ഏറ്റവും പോപ്പുലർ വരുന്നത്. സെപ്റ്റോ അല്ല 10 മിനിറ്റ് ഡെലിവറി ഒന്നും പയനർ ചെയ്തത്. പക്ഷേ എന്നാലും സെപ്റ്റോ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് അമേരിക്കയിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ഇൻവെസ്റ്റേഴ്സിനടുത്തും റേസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും 19 വയസ്സായിട്ടുള്ള 2 സ്റ്റാൻഫോർഡിലെ ടീനേജർ കോളേജ് ഡ്രോപ്പ് ഔട്ട്സ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആദിത് പലീച്ച, കൈവല്യ വോറ എന്ന് പറയുന്ന ഇവരാണിത് പയനർ ചെയ്യുന്ന ഈ സെപ്റ്റോ എന്ന് പറയുന്ന കമ്പനി കൊണ്ടുവരുന്നത്. പക്ഷേ ഇതിന് മുന്നേ ഇൻ്റർനാഷണൽ മോഡൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ US ഡാർക്ക് സ്റ്റോർ വഴി ഉദാഹരണത്തിന് ഗോപഫ് ഉണ്ട്, തുർക്കിയിലെ ഗെറ്റർ ഉണ്ട്, ജർമ്മനിയിൽ ഗൊറില്ലാസ് ഉണ്ട്, ഈവൻ ഇന്ത്യയിൽ തന്നെ ഡൺസോ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ കുറേ ബ്രാൻഡ്സ് പയനർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇവരുടെ കോൺസെപ്റ്റ് ഡാർക്ക് സ്റ്റോഴ്സിൻ്റെ എണ്ണം കൂട്ടുക. എന്താണ് ഈ ഡാർക്ക് സ്റ്റോർ? ഈ വെയർ ഹൗസ് എന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മൾ അടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നതും. മാക്സിമം സിറ്റീസിൽ ഡാർക്ക് ഹൗസസ് ഉണ്ടാക്കുക, വെയർ ഹൗസസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും ഒരു ലൊക്കാലിറ്റിയിൽ നമ്മളൊരു ഫുഡ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ലൊക്കാലിറ്റി 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്കൊരു ഡാർക്ക് ഹൗസോ ഒരു വെയർ ഹൗസോ ഉണ്ടാവും. അവിടെ നിന്നും നമ്മുടെ അൽഗോരിതം
ഇത് കൃത്യമായി ഡെലിവറി വന്ന് പ്രൊഡക്റ്റ് എടുത്ത് കൃത്യമായി പാക്ക് ചെയ്ത് നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നത്. ഈ ഒരു സിസ്റ്റം കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ പോപ്പുലറായി തുടങ്ങി. സെപ്റ്റോ വലിയൊരു റോള് വഹിച്ചിട്ടുണ്ട് ഇതിൽ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡാർക്ക് സ്റ്റോർ അല്ലെങ്കിൽ ഒരു വെയർ ഹൗസ് എന്ന് പറയുന്നത്? ഇവിടെ ഒരു ഡാർക്ക് സ്റ്റോർ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ വിസിനിറ്റിയിൽ ഒരു വെയർ ഹൗസ് എടുത്തു. എന്തായാലും ആപ്പിലൂടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് പ്രോഡക്റ്റ് ആണെങ്കിലും നമുക്ക് ഹോട്ടലിൽ നിന്ന് എടുക്കാം. പക്ഷേ ഗ്രോസറി പ്രോഡക്ട്സ് 10 മിനിറ്റ്സിലെത്തുന്ന ബ്ലിങ്കിറ്റിൻ്റെയും സെപ്റ്റോൻ്റെയും ബിഗ് ബാസ്ക്കറ്റിൻ്റെയും ഒക്കെ ഒരു ഓർഡർ എടുക്കണമെങ്കിൽ വലിയൊരു ഗോഡൗൺ പോലത്തെ ഒരു സ്ഥലം ഇവർക്ക് ഉണ്ടാവും. ഇതിൽ ഡാർക്ക് സ്റ്റോർ എന്ന് വിളിക്കുന്നത് ഇവിടെ കസ്റ്റമേഴ്സ് ഒന്നുമില്ല. ഇവിടെ കാറ് പാർക്ക് ചെയ്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കാനോ ഒന്നും ആർക്കും വരാൻ പറ്റില്ല. ആപ്പിൽ ഓർഡർ വന്നാൽ ഇതെല്ലാം വലിയൊരു രീതിയിൽ ഷെൽഫിലും ഇതിലൊക്കെ വലിയ അങ്ങനെ അടുക്കി വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം അവിടെ ഉണ്ടാവും. അവിടുത്തെ സ്റ്റാഫ് കൃത്യമായി ഓർഡേഴ്സ് ട്രാക്ക് ചെയ്യും. നമ്മുടെ പ്രൊഡക്റ്റുകൾ അവിടെ ബേയിൽ പാർക്ക് ചെയ്യും. ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഇതിലൂടെ നമ്മുടെ ഡെലിവറി പാർട്ട്ണർ അസൈൻ ചെയ്യും. ഇമ്മീഡിയറ്റ്ലി അവർ ആ പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് 6-7 മിനിറ്റിൽ നമ്മുടെ അടുത്തേക്ക് ഇവരെത്തും. ഇതാണ് ഡാർക്ക് ഹൗസ് അല്ലെങ്കിൽ ഒരു വെയർ ഹൗസിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഗിഗ് എക്കോണമിയും ഗിഗ് വർക്കറിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വിഗ്ഗി, സൊമാറ്റോ, ബ്ലിങ്കിറ്റ്, സെപ്റ്റോ ഇതിലൊക്കെ ജോലി ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ഗിഗ് വർക്കർ എന്നാണ് പറയുന്നത്. കാരണം എൻ്റെ ഒരു പ്രൈവറ്റ് ഗിഗ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു പ്രോഗ്രാമാണത്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഒരിക്കലും ഒരു ഫുൾ ടൈം എംപ്ലോയ്മെൻ്റ് അല്ല, ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റും അല്ല. എൻ്റെ ഫ്ലെക്സിബിൾ എംപ്ലോയ്മെൻ്റ് ആണ്. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ജോലി ചെയ്യാം, ഇഷ്ടമുള്ളപ്പോൾ ജോലി ചെയ്യാതിരിക്കാം. ജോലി ചെയ്യുന്ന സമയത്തിന് മാത്രം എനിക്ക് കൂലി തന്നാൽ മതി എന്ന് പറയുന്ന ഒരു വർക്കിംഗ് കണ്ടീഷനാണത്. ഇന്ന് ഒരുപാട് പേര് ഗിഗ് എക്കോണമിയുടെ ഭാഗമാണ്. നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾസ് അല്ലാതെ തന്നെ ഇപ്പോൾ റൈഡിങ്ങിൽ ഊബർ, ഓല ഇവരെല്ലാം ഗിഗ് എക്കോണമിയിലെ ഭാഗം തന്നെയാണ്. പിന്നെ കൂടുതലും ഈ വർക്കേഴ്സിൻ്റെ പ്രധാന ഒരു ആസ്പെക്റ്റ് ഗിഗ് എക്കോണമി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ആപ്പ് ബേസ്ഡ് ആയിരിക്കും. ഏതെങ്കിലും ഒരു ആപ്പ് ത്രൂ ആയിരിക്കും നമ്മുടെ ജോലി വരുന്നത്. നമ്മൾ ഒരിക്കലും ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത്, ഇന്ന് രാത്രിയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യാം. അതിന് മാത്രം ഉള്ള പേയ്മെൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. പല ആൾക്കാരും പറയുന്ന വലിയൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ ഗിഗ് വർക്കേഴ്സിൻ്റെ പ്രധാന പ്രശ്നം ഇവർക്ക് ഒരു സെക്യൂരിറ്റി ഇല്ല. നമ്മളൊരു എംപ്ലോയർ റിലേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ എംപ്ലോയീസിനോട് ഉണ്ടാകുന്ന റിലേഷൻ ഉണ്ട്. അവർക്ക് ഒരുപാട് റൈറ്റുകൾ അവിടെ ഉണ്ട്. ഈവൻ ഗ്രാറ്റുവിറ്റി, PF എന്നൊക്കെ പറയുന്ന പോലെ. ഇവർക്ക് വല്ലപ്പോഴും വരുന്നത് കൊണ്ട് തന്നെ ഇവർ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവരുടെ ഇഷ്ടത്തിന് വന്ന് ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ റൈറ്റ്സ് ഇല്ല. കൂടുതലും ഇതിന് വിളിക്കുന്ന പേരാണ് അൽഗോറിതം ഡ്രിവൻ ജോബ്സ് എന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടർ അൽഗോറിതം റിതംസ് എന്ന് പറയുമ്പോൾ, ഡ്രിവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഊബറിൽ പോയി, ഓലയിൽ പോയി, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പലപ്പോഴും നിങ്ങൾക്ക് 2 അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ ഫുഡ് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് നിങ്ങൾ കൃത്യമായ അഡ്രസ്സ് കൊടുത്ത് വളരെ വ്യക്തമായിട്ടുള്ളൊരു സ്ഥലത്ത് താമസിക്കുന്ന, ഒരു നല്ല അഡ്രസ്സിൽ താമസിക്കുന്ന ഒരാളാണ്, വളരെ എളുപ്പത്തിൽ വരാം. എന്നിട്ടും നിങ്ങളുടെ ഡെലിവറി പാർട്ട്ണർ നിങ്ങളൊരു 10 പ്രാവശ്യമെങ്കിലും വിളിച്ചിട്ടുണ്ടാവും, ഇതെവിടെ എത്തി, ഞങ്ങൾ എവിടെ വരണം. നിങ്ങൾ സ്വാഭാവികമായിട്ടും ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടാവും, വളരെയധികം ദേഷ്യം തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ഫുഡ് ഡെലിവറി ചെയ്തതിന് ശേഷം അവസാനം തെറ്റ് അഡ്രസ്സിൽ കൊണ്ട് ഡെലിവറി ചെയ്യും. നിങ്ങൾ ഇയാളെക്കുറിച്ച് പരാതി കൊടുക്കും, അല്ലെങ്കിൽ ഇയാളുടെ റേറ്റിംഗ് നിങ്ങൾ താഴ്ത്തും. പല ഡെലിവറി ബോയ്സ് നിങ്ങൾക്ക് ഡെലിവറി കൊടുക്കുന്ന സമയത്ത് പറയാറുണ്ട്, എനിക്ക് നല്ലൊരു ഡെലിവറി തരണേ, ഒരു 5 സ്റ്റാർ റേറ്റിംഗ് തരണേ എന്ന് പറയാറുണ്ട്. നിങ്ങൾ പലർക്കും കൊടുക്കാറുമുണ്ട്. ഇതാണ് അൽഗോറിതം ഡ്രിവൻ എന്ന് പറയുന്നത്. നല്ല കാറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഊബർ ഓടിച്ച് വളരെ സേഫായിട്ട് നിങ്ങളെ കൊണ്ടെത്തിച്ചാൽ നിങ്ങൾക്ക് റേറ്റിംഗ് കൊടുക്കാം. അപ്പോൾ ഈ അൽഗോറിതം ഡ്രിവൻ എന്ന് പറയുമ്പോൾ നല്ല റേറ്റിംഗ് ഉള്ള ആൾക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പാക്കേജസും ഏറ്റവും പ്രയോറിറ്റിയും ഈ കമ്പനികൾ കൊടുക്കുന്നത്. ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അൽഗോറിതം ഡ്രിവൻ ജോബ് എന്ന് പറയാൻ കാരണം. ഏജ്ഡ് ആയിട്ടുള്ള പല ആൾക്കാർക്കും ഈ തെറ്റുകൾ പറ്റാറുമുണ്ട്. അപ്പോൾ ഈ അൽഗോറിതം ഇവരെ വീക്കായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഈ ഗിഗ് വർക്കേഴ്സിനെ എല്ലാം ശരിക്കും പ്രൊട്ടക്ഷൻ ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, നമ്മുടെ രാജ്യം എന്താണ് ഇവർക്ക് വേണ്ടി ചെയ്തത്? 2025 നവംബർ വരെ ഇവരെക്കുറിച്ച് പ്രത്യേകിച്ച് ചർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ 10 മിനിറ്റ് ഡെലിവറി എല്ലാം കൊണ്ടും ഒരുപാട് ചർച്ചകൾ നടന്നു. ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു വിഭാഗം തന്നെയാണ് എന്ന് മനസ്സിലാക്കിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലേബർ കോഡ്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. 2019-20 വന്നു. അതിപ്പോൾ 2025 ഒഫീഷ്യലി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ 4 ലേബർ കോഡ്സ് ഉണ്ട്. ഇപ്പോൾ കോഡ് ഓൺ വേജ്, കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി, ഇൻഡസ്ട്രിയൽ റിലേഷൻ, സേഫ്റ്റി, ഓക്യുപ്പേഷണൽ ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് എന്ന് പറയുന്ന 4 കോഡുണ്ട്. അതിൽ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റിയിലാണ് ഗിഗ് വർക്കർ എന്ന് പറയുന്നൊരു വ്യക്തിയെ ഒഫീഷ്യലി നമ്മൾ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഇനി അവർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ്, PF, ഗ്രാറ്റുവിറ്റി അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ, മറ്റർണിറ്റി ലീവ്, ഒരുപാട് ആനുകൂല്യങ്ങൾ ഒരു എംപ്ലോയി അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇവർക്ക് നിഷേധിച്ചിരുന്ന പല കാര്യങ്ങളും ഇവരെ ഫോർമലായിട്ട് റെക്കഗ്നൈസ് ചെയ്തതുകൊണ്ട് ഇനി ഇവർക്കെല്ലാം ഇത് കൊടുക്കേണ്ടതായിട്ടൊരവസ്ഥ വന്നിട്ടുണ്ട്. അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചോളം
ഈ ഗിഗ് എക്കോണമിയുടെ ഭാഗമായി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് വലിയൊരു വിജയം തന്നെയാണ് ഇവരെ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്തു എന്ന് പറയുന്നത്. ഈ 10-minute ഡെലിവറി ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെ പല ഭാഗത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന പല എംപ്ലോയീസിൻ്റെയും ഒരു അവസ്ഥ എന്താണ് എന്നുള്ളൊരു ഗ്ലോബൽ അനാലിസിസ് ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും ഇതിനകത്തുനിന്ന്. അതിൽ പ്രധാനമായിട്ടും അതിലേക്ക് കടക്കുന്നതിന് മുമ്പേ മനസ്സിലാക്കേണ്ടത്, ഈ അടുത്ത് തന്നെ ഹൈദരാബാദും റാഞ്ചിയിലും വലിയ ആക്സിഡൻസ് നടന്നിരുന്നു. ഡെലിവറി പാർട്ട്നേഴ്സ് ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടു. 25 വയസ്സായ ഒരാളും 19 വയസ്സായ ഒരു സ്റ്റുഡൻറ്റും ഇവരൊക്കെയാണ് മരിച്ചു വീണത്. അപ്പോൾ അതിൽ പല സെപ്റ്റോ പോലത്തെ പ്ലാറ്റ്ഫോമിന് വേണ്ടി വർക്ക് ചെയ്ത സമയത്ത് പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, ആക്സിഡൻറ്റിൽ മരിച്ചു, പക്ഷെ ആ സമയത്ത് ഇവർ സെപ്റ്റോൻ്റെ ഓർഡർ എടുത്തിരുന്നില്ല എന്നൊക്കെ കമ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനൊക്കെ വലിയൊരു മാറ്റം വരും. ഗവൺമെൻറ് ഇവരെ ഫോർമലി റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു എംപ്ലോയി സ്റ്റാറ്റസ് കിട്ടിക്കഴിയുമ്പോൾ എംപ്ലോയീസിന് ഒരു മിനിമം പ്രൊട്ടക്ഷൻ ഉണ്ട്, അത് കൊടുക്കാൻ പറ്റണം. മിക്ക പ്ലാറ്റ്ഫോംസും കമ്പനീസും ആക്സിഡൻസും കാര്യങ്ങളും വരുമ്പോൾ ഇവർ കൈയൊഴിയാണ് ചെയ്യുന്നത്. അതിനി മാറും. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഇനി കൊണ്ടുവരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഇവരുടെ ഒരു മൊത്തത്തിലുള്ള ഒരു അനാലിസിസ് നോക്കിക്കഴിയുമ്പോൾ പല രാജ്യങ്ങളുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഡെലിവറി പ്ലാറ്റ്ഫോം ചെയ്യുന്ന വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സ്പെയിൻ. സ്പെയിനിൽ റൈഡർ ലോ എന്ന് പറഞ്ഞ ലോ തന്നെയുണ്ട്. അവിടുത്തെ ലോ അനുസരിച്ച് സ്പെയിനിൽ ഇവരാരും കോൺട്രാക്ട് വർക്കേഴ്സ് അല്ല, ഇവരെല്ലാം ഫുൾ ടൈം എംപ്ലോയീസ് ആണ്. അതേപോലെ ഫ്രാൻസിൽ ഇവർ ഫുൾ ടൈം എംപ്ലോയീസ് അല്ലെങ്കിൽ പോലും ഇവർക്ക് ആക്സിഡന്റ് കവറേജ്, ഇൻഷുറൻസ്, ഒരുപാട് ബാർഗനിങ് പവർ ഉള്ള രാജ്യമാണ് ഫ്രാൻസ് ഇവർ കൊടുക്കുന്നത്. ജർമ്മനിയുടെ തിയറി അനുസരിച്ചിട്ട് ഒരുപാട് സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം ഉണ്ട്. ഒരു കമ്പനി, ഒരു പ്ലാറ്റ്ഫോം, ഒരു ആപ്പിന് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വർക്കിംഗ് അവറും നിങ്ങളുടെ മറ്റു കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ എംപ്ലോയി ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ എല്ലാം സ്ട്രോങ് മോഡലാണ്, വളരെ സ്ട്രോങ് പ്രൊട്ടക്ഷനാണ് കൊടുക്കുന്നത്. ഇനി ഒരു ഹൈബ്രിഡ് മോഡൽസ് ഉണ്ട്. ഒരു മിഡിൽ പാത്ത് ഫോളോ ചെയ്യുന്ന രാജ്യങ്ങൾ മിനിമം വേജ്, ലേബർ ഇതൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, എന്നാൽ പ്രോപ്പറായിട്ട് ഇവർ ഫുൾ എംപ്ലോയി ആയിട്ട് കണക്കാക്കുന്നില്ല. പ്രധാനപ്പെട്ട യൂറോപ്യൻ യൂണിയൻ അവരുടെ ഒരു പ്രൈവറ്റ് ഡയറക്റ്റീവ് മോഡൽ തന്നെയുണ്ട്. യൂറോപ്യൻ യൂണിയൻ്റെ ഒരു മോഡൽ തന്നെയുണ്ട്. യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടൻ, ഇവിടെയെല്ലാം ഇവർക്ക് മിനിമം വേജും മിനിമം എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി, എന്നാൽ ഒരു ഫുൾ ടൈം എംപ്ലോയ്മെന്റ് കൊടുക്കുന്നുമില്ല. ഇനി വളരെ വീക്കായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അതേപോലെ ചൈന. ഭയങ്കര മിസ്യൂസ് ആണ് പലപ്പോഴും ഇവരുടെ എംപ്ലോയീസിനും അല്ലെങ്കിൽ ഡെലിവറി പാർട്ട്നേഴ്സിനോട് ഇവർ ചെയ്യുന്നത്. അതിൽ എക്സ്ട്രീം കേസ് US-ഉം ചൈനയെക്കാട്ടും കൂടുതൽ സൗത്ത് കൊറിയയാണ്. ഒരുപാട് സൗത്ത് കൊറിയയിൽ വർക്ക് ചെയ്യുന്ന ഡെലിവറി പാർട്ട്നേഴ്സ് ഓവർ വർക്ക് കാരണം സൂയിസൈഡ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, മരിച്ചു വീണിട്ടുണ്ട്. അത്ര ഡിഫിക്കൽട്ടിയാണ് ഈ രാജ്യങ്ങളിലെല്ലാം, എക്സ്ട്രീം ഡിഫിക്കൽട്ടിയാണ് ഡെലിവറി പാർട്ട്നേഴ്സിൻ്റെ അവസ്ഥ ഇവിടെ. 10-minute ഡെലിവറിക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, എന്നാൽ ഒരുപാട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഈ പറയുന്ന നമ്മളെല്ലാവരും ഈ 10-minute ഡെലിവറിയും 15-minute ഡെലിവറിയും എല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാരുമാണ്. പക്ഷേ ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഡയമെൻഷൻസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ അഡ്വാൻറ്റേജസ് ഒരുപാടുണ്ട്. നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒരു സാധനം വേണം, ഇന്ന് നമുക്കിപ്പോൾ പോകുന്ന സമയത്ത് രാവിലെ കട തുറന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ സാധനം ഇപ്പോൾ നമുക്ക് പോകണമെങ്കിൽ ഒരുപാട് മെനക്കേടുണ്ടാവും. വണ്ടി എടുക്കണം, അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് അതാത് സമയത്ത് എന്തൊക്കെ വേണമോ അതൊക്കെ നമുക്കൊരു 10-15 മിനിറ്റ്സിൽ നമുക്ക് കൊണ്ടുവരാം, വിച്ച് ഇസ് കൺവീനിയൻസ്. ഭയങ്കര എളുപ്പമായി പല വീട്ടുകാരിലും പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ കൺവീനിയൻസ് എന്ന് പറയുമ്പോൾ മിഡിൽ ഏജ്ഡ് കഴിഞ്ഞ് ഓൾഡ് ഏജിലേക്ക് കിടക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് ഫാമിലി, അവർ വളരെ ഓൾഡ് ഏജിൽ താമസിക്കുകയായിരിക്കും, ചെറിയ ഇതിന് ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ മക്കളുണ്ടാവില്ല. പെട്ടെന്നൊരു ഫുഡോ ഒരു കാര്യങ്ങളോ ഓർഡർ ചെയ്യണമെങ്കിൽ, മരുന്ന് ഓർഡർ ചെയ്യണമെങ്കിൽ പോലും ഇപ്പോൾ ജീനി പോലത്തെ സർവീസ് ഉണ്ട്, സ്വിഗ്ഗിയുടെയൊക്കെ. ഇപ്പോൾ പോർട്ടർ എന്ന് പറയുന്ന സർവീസസ് ഉണ്ട്, ഒരുപാട് വലിയ കമ്പനീസ് ഉണ്ട്. നമുക്ക് എങ്ങനെ വേണമോ കാര്യങ്ങൾ ഇവർ കൊണ്ടുതരും. ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു കൺവീനിയൻസ് ആണ്. പിന്നെ അർബൻ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ കൺവീനിയൻസ് എന്ന് പറയുന്നത് മടി എന്ന് പറയുന്ന വലിയൊരു ഫാക്ടറുണ്ട്. നമുക്കൊരു ഗ്രോസറി സ്റ്റോറിൽ പണ്ട് പോയിരുന്ന പോലെ പോകാൻ മടിച്ചിട്ട് ഓർഡർ ചെയ്യുന്നൊരു ഫാക്ടറുണ്ട്. ഇതിന് മറുവശം പറയുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ആസ്പെക്റ്റാണ് നമ്മൾ ചർച്ച ചെയ്തത്. പക്ഷെ എന്നാലും പലപ്പോഴും പറയുന്നൊരു ഫാക്ടറുണ്ട്, നമ്മുടെ കോസ്റ്റ് ഒരുപാട് സേവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടുമ്പോൾ പലരും പറയുന്നൊരു ഫാക്ടറാണ്, നമ്മൾ സൂപ്പർ മാർക്കറ്റ്സിലോ ഗ്രോസറി സ്റ്റോറിൽ നേരിട്ട് പോയി ബൈ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. അവിടെ പോയാൽ നമുക്കിതെല്ലാം കാണുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കാണുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിക്കാൻ തോന്നും. നമ്മൾ വെച്ചിരുന്നൊരു ബഡ്ജറ്റിൻ്റെ മുകളിൽ ഷോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ പലപ്പോഴും വരാറുണ്ട്. ഒരു കണക്കിന് ഇതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ അത് ശരിക്കും എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. കാരണം ഈ പ്ലാറ്റ്ഫോംസിൽ ഓർഡർ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ പോലും പലപ്പോഴും ഇതിനകത്ത് കൺവീനിയൻസ് ഫീ, ഇതിനകത്ത് നിങ്ങളുടെ ചാർജസ്, ഇതേപോലെ തന്നെ പലപ്പോഴും മഴ സമയത്തൊക്കെ ആണെങ്കിൽ പാർട്ട്നേഴ്സിന് വരാൻ പറ്റാത്ത ഒരു സർജ് എന്ന് പറഞ്ഞ കാര്യം, എന്തെങ്കിലും പെർട്ടിക്കുലർ കാര്യം കൊണ്ട് കോസ്റ്റ് സർജ്, കൺവീനിയൻസ് ഫീ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് വരുമ്പോൾ
നമ്മൾ ഈ ആഡ് ചെയ്യുന്ന പൈസ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. 50 രൂപയുടെ കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ 98 രൂപയ്ക്കായിരിക്കും നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് കിട്ടുന്നത്. പലരും ഈ 40 രൂപ 48 രൂപ ഇഗ്നോർ ചെയ്യുകയാണ് പതിവ്. ഡെലിവറി ഫീ, പാർട്ട്ണർ ഫീ, നമ്മൾ ഈ പറഞ്ഞ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. കാരണം നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടിയാൽ മതി. അങ്ങനെ നിങ്ങൾ നിരന്തരം ഇങ്ങനെ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ഇതിലും ലാഭം നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണെന്ന് എന്ന് തോന്നുന്നൊരു ഘട്ടവും ഉണ്ടാവും. എന്തായാലും കൺവീനിയൻസ് തന്നെയാണ് ഒരു പോയിന്റ് കഴിയുമ്പോൾ മനുഷ്യനെല്ലാം കൺവീനിയൻസ് ആണല്ലോ എന്ന് ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെതായ ഒരുപാട് നെഗറ്റീവ് വശങ്ങളൂടെ ഉണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗിഗ് എക്കോണമീനെ റെക്കഗ്നൈസ് ചെയ്ത് തന്നെ വലിയൊരു കാര്യമാണ്. ഇനി വരും ദിവസങ്ങളിൽ ഇവർക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.